ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊരട്ടിയിൽ വീട് കയറി ആക്രമണം, യുവാവ് കസ്റ്റഡിയിൽ. മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവ് വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. പൊയ്യ പഞ്ചായത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികളായി. കുണ്ടൂർ ബോട്ട് ജെട്ടിയുടെ സമീപത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാനാണ് തീരുമാനം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. കൊരട്ടിയിൽ വീട് കയറി ആക്രമണം, യുവാവ് കസ്റ്റഡിയിൽ. മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗവും CPIM ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. പോലീസിനെ വിളിക്കേ. ഇത് നിന്റെ അവസാനത്തെയാണ്. പോലീസിനെ വിളിക്കേ. വീട്ടിൽ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കുകയും കാർ തകർക്കുകയും ചെയ്ത യുവാവിനെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടി കോനൂർ പാറക്കൂട്ടം പള്ളിപ്പറമ്പിൽ അശ്വിനാണ് അറസ്റ്റിലായത്. വെള്ളിയാഴ്ച രാത്രി 9:30 സംഭവം. മുൻ പഞ്ചായത്ത് അംഗവും സമീപവാസിയുമായ സിന്ധു ജയരാജിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. മാരകായുധങ്ങളുമായി വീട്ടുമുറ്റത്തെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അസഭ്യം പറഞ്ഞ പ്രതി വീടിന്റെ ജനൽച്ചില്ലുകൾ തകർക്കുകയും വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ തല്ലി തകർക്കുകയും ചെയ്തു. 1 മണിക്കൂറോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പ്രതിയെ പോലീസ് എത്തിയാണ് വരുതിയിലാക്കിയത്. മയക്കുമരുന്നിനടിമയായ പ്രതി പ്രദേശത്തെ സ്ഥിരം ശല്യക്കാരനാണെന്നും പറയുന്നു. മീഡിയ ടൈം, കൊരട്ടി. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവ് വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9ഓടെ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ബാലമുരുകൻ കേരളം വിട്ടെന്നാണ് സൂചന. തമിഴ്നാട്ടിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ അതീവ സുരക്ഷാ ജയിലിൽ എത്തിക്കുമ്പോഴായിരുന്നു സംഭവം. ജയിലിന്റെ പരിസരത്ത് വെച്ച് തമിഴ്നാട് പോലീസിനെ തള്ളിമാറ്റി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിയൂർ ജയിലിൽ എത്തിക്കുന്നതിനിടെ നാടകീയമായി രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ കേരളം വിട്ടെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ നിന്നാണ് ബാലമുരുകൻ എത്തിച്ചത്. തമിഴ്നാട് പോലീസിന്റെ വാനിലായിരുന്നു. വിയൂർ ജയിലിന് മുമ്പിലെത്തിയതോടെ പോലീസുകാർ ബാലമുരുകന്റെ കയ്യിലെ വിലങ്ങൂരി. എന്നാൽ ഉടൻ തന്നെ അയാൾ വാനിന്റെ ഇടതുവശത്തെ ഗ്ലാസ് ഡോർ തുറന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. ഏറെ നേരം ബാലമുരുകന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും അതെല്ലാം വിഫലമാവുകയായിരുന്നു. കൊലപാതകം, മോഷണം ഉൾപ്പെടെ 53 കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. ഏറ്റവും ഒടുവിലായി പിടിയിലായത് 2023 സെപ്റ്റംബറിൽ മറയൂരിൽ നിന്നാണ്. മീഡിയ ടൈം, തൃശൂർ. മാള പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതി സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്നു. പദ്ധതി എന്ന് പൂർത്തിയാക്കുമെന്ന് ഇതുവരെ ആർക്കും നിശ്ചയമില്ല. MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും ജൽജീവൻ അധികൃതരും ഒരു കാര്യത്തിലും ധാരണയിലെത്തിയില്ല. ജൽജീവൻ മിഷൻ പൈപ്പിടാൻ പൊളിച്ച റോഡ് പഴയപടിയാക്കാതെ പോയതിൽ പഞ്ചായത്ത് അംഗങ്ങൾ യോഗത്തിൽ പ്രതിഷേധിച്ചു. പൊളിച്ച റോഡുകൾ 15 സെന്റിമീറ്റർ ആഴത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ഇടാൻ കരാറുള്ളതെന്നാണ് ജൽജീവൻ മിഷൻ പദ്ധതി അധികൃതർ യോഗത്തിൽ നൽകിയ വിശദീകരണം. കുഴിമൂടുന്ന മണ്ണ് വേണ്ട പോലെ ഉറപ്പിക്കാതെ കോൺക്രീറ്റും ടാറും ഇട്ടിട്ടും താഴ്ന്നത് സംബന്ധിച്ച് 10ാം വാർഡ് അംഗം ലിസി സീവർ പരാതി ഉന്നയിച്ചു. പൈപ്പിട്ട ശേഷം മണ്ണിട്ട് മൂടി കോൺക്രീറ്റും ഇട്ടുപോയതിന് പിന്നാലെ താഴുന്ന സ്ഥിതിയാണ്. ഇക്കാര്യം മനസ്സിലാക്കിയ പല വാർഡ് അംഗങ്ങളും പദ്ധതിയുമായി സഹകരിക്കുന്നില്ല. റോഡിന്റെ വശങ്ങളിലൂടെ പല പൈപ്പുകളും പോകുന്നുണ്ടെന്നും നീക്കം ചെയ്യേണ്ടത് ഏതെന്നും മനസ്സിലാകുന്നില്ലെന്നും ജൽജീവൻ മിഷൻ അധികൃതർ അറിയിച്ചു. പദ്ധതി എന്ന് പൂർത്തിയാക്കുമെന്ന് ഒരാഴ്ചയ്ക്കകം തീരുമാനിച്ച് പഞ്ചായത്തുമായി കരാറിലെത്താമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു. പദ്ധതി അധികൃതരുടെ വീഴ്ചകൾ ജനപ്രതിനിധികളുടെയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും കുറ്റമറ്റ രീതിയിൽ പണി പൂർത്തിയാക്കണമെന്നും ഇക്കാര്യത്തിൽ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നും VR സുനിൽകുമാർ MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു.
ആ പണി കൃത്യമായിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവര് അഴിമതിക്കാരായി മാറേണ്ട അവസ്ഥ നിങ്ങളായിക്കോ. ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റും. മനസ്സിലായി? പഞ്ചായത്ത് അഴിമതിയാണെന്ന് പറയാനോ മെമ്പർമാർ അഴിമതിക്കാരാണെന്ന് പറയാനോ ആ ഉത്തരവാദിത്തം എടുത്തിരുന്ന തയ്യാറല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അത് എപ്പോൾ കൃത്യമായിട്ട് എപ്പോൾ ചെയ്യുന്നുള്ളൂ മാത്രം ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് പറ്റില്ല. മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞങ്ങൾ ജനപ്രതിനിധികളാണ്. നാട്ടുകാരൊക്കെ നിൽക്കുന്നത് സംശയമില്ല. ജനപ്പോൾ രാഷ്ട്രീയ ബോധമൊന്നുമല്ല. ജനപ്രതിനിധികളൊന്നും ഒറ്റയായിട്ട് കാണുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുബാബു, വാർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. 2022 ഡിസംബറിൽ തുടങ്ങിയ പദ്ധതി പ്രവർത്തനങ്ങൾ 9 മാസത്തിനുള്ളിൽ പൂർത്തിയാകേണ്ടതായിരുന്നു. തുടർന്ന് കരാർ കാലാവധി നീട്ടി 2024 സെപ്റ്റംബർ വരെയാക്കിയെങ്കിലും അതിനു മുൻപ് പൂർത്തിയാക്കുമെന്ന് ഉറപ്പു നൽകാൻ VR സുനിൽകുമാർ MLAയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ബാധ്യതകളൊന്നും പഞ്ചായത്ത് ഏറ്റെടുക്കേണ്ടതില്ലെന്നും പൊളിച്ച റോഡുകൾ മഴക്കാലത്തിന് മുമ്പ് പുനർനിർമ്മിക്കണമെന്നും യോഗം തീരുമാനിച്ചു. മീഡിയ ടൈം, മാള. പൊയ്യ പഞ്ചായത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികളായി. ചാലക്കുടി പുഴയിൽ കുഴൂർ പഞ്ചായത്ത് പരിധിയിലുള്ള കുണ്ടൂർ ബോട്ട് ജെട്ടിയുടെ സമീപത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാനാണ് തീരുമാനമായിട്ടുള്ളത്. പൊയ്യ കുഴൂർ പഞ്ചായത്ത് അധ്യക്ഷന്മാർ തമ്മിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. പൊയ്യ കുഴൂർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ സാജൻ കൊടിയൻ, ഡെയ്സി തോമസ്, പദ്ധതി പ്രദേശത്തെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് ധാരണയിലെത്തി. കുണ്ടൂരിൽ പുഴയോട് ചേർന്ന് കിണർ, പമ്പ് ഹൗസ് എന്നിവ നിർമ്മിച്ച് മോട്ടോർ സ്ഥാപിക്കണം. 40 HP-യുടെ 2 മോട്ടോറുകൾ സ്ഥാപിക്കുന്നതടക്കം 1.15 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത്. പൊയ്യ പഞ്ചായത്തിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളമെടുക്കുന്നതിന് 4.5 കിലോമീറ്റർ കുഴൂർ പഞ്ചായത്തും 1.5 കിലോമീറ്റർ പൊയ്യ പഞ്ചായത്ത് പരിധിയുമാണ്. പ്രദേശത്തെ ജലക്ഷാമത്തിന് ഈ പദ്ധതിയിലൂടെ പരിഹാരമാകും എന്നതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മീഡിയ ടൈം, മാള. ലോക പരിസ്ഥിതി ദിനത്തിൽ ചാലക്കുടി മേഖലയിൽ വിതരണം ചെയ്യാനുള്ള ഫലവൃക്ഷ തൈകൾ ചട്ടിക്കുളത്ത് തയ്യാറായി. ചട്ടിക്കുളം സോഷ്യൽ ഫോറസ്ട്രി സെൻട്രൽ നഴ്സറിയിലാണ് ഫലവൃക്ഷ തൈകൾ വിതരണത്തിനൊരുങ്ങിയിരിക്കുന്നത്. 25,000 തൈകളാണ് നഴ്സറിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. മാതളം, പ്ലാവ്, നിർമ്മരുത്, പേര, നെല്ലി, ഉങ്ങ്, നാരകം, സീതപ്പഴം എന്നിങ്ങനെയുള്ള ഫലവൃക്ഷ തൈകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗുണനിലവാരമുള്ള വിത്തുകൾ ശേഖരിച്ച് മുളപ്പിച്ചാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത്. മണ്ണരിച്ചെടുത്ത് അതിൽ ചാണകപ്പൊടി, ഉമി, വെർമി കമ്പോസിറ്റി എന്നിവയുടെ മിശ്രിതം ചേർത്ത് ചകിരിക്കപ്പിൽ നിറച്ചാണ് ചെടികൾ നട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം ചകിരിക്കപ്പുകൾ ഉപയോഗിച്ചതും പ്രത്യേകതയാണ്. ചെടികൾ നടുമ്പോൾ ചകിരിച്ചോറ് മണ്ണിലലിഞ്ഞ് പോവുകയും ചെടിക്ക് വളമാവുകയും ചെയ്യും. 25,000 തൈകളാണ് നഴ്സറിയിൽ തയ്യാറായിരിക്കുന്നത്. ജൂൺ മാസത്തോടെ ഇവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ഇവ കയറ്റിവിടും. 3.5 മാസം മുമ്പാണ് വിത്ത് വിതച്ചത്. 4 മാസം പ്രായമുള്ള തൈകളാണ് ഇവിടെ നിന്നും വിതരണം ചെയ്യുക. ഇതോടൊപ്പം തന്നെ 2.5 ലക്ഷം തേക്ക് തൈകളും ഇവിടെ വിതരണത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാവൽ, മുള എന്നിവയുടെയും തൈകൾ ഇവിടെ ലഭ്യമാണ്. മീഡിയ ടൈം, ചാലക്കുടി. SMA രോഗത്തോട് പൊരുതി +2-ന് ഉയർന്ന മാർക്ക് നേടിയ അസ്നയെ കാണാൻ കളക്ടർ VR കൃഷ്ണതേജ എത്തി. തുടർ പഠനത്തിന്റെ സാധ്യതകൾക്കുള്ള സംശയവും തീർത്താണ് മടങ്ങിയത്. അസ്ന പഠിച്ച വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ CD ജിന്നിയും ക്ലാസ് അധ്യാപിക VS സരിതയും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കളക്ടർ തന്റെ മുൻപിലെത്തിയതിന്റെ അമ്പരപ്പ് മാറിയതിനു പിന്നാലെ അസ്ന തന്റെ സ്വപ്നവും പ്രതീക്ഷകളും പങ്കിട്ടു. ഇംഗ്ലീഷാണ് പ്രശ്നം. അസ്ന കളക്ടറോട് തുറന്നു പറഞ്ഞു. അതിന് ദിവസവും 2 ഇംഗ്ലീഷ് പത്രമെങ്കിലും വായിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. ഏത് വിഷയമാണ് ഡിഗ്രിക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന കളക്ടറുടെ ചോദ്യത്തിന് ഹിസ്റ്ററി എന്ന ഉത്തരം വന്നതോടെ സിവിൽ സർവീസിൽ ഹിസ്റ്ററിയുടെ സാധ്യതകളും കളക്ടർ പങ്കുവച്ചു. തുടർ പഠനത്തിന്റെ സാധ്യതകളുള്ള സംശയവും തീർത്താണ് മടങ്ങിയത്. അസ്ന പഠിച്ച വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ CD ജിനിയും ക്ലാസ് അധ്യാപിക VS സരിതയും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. കടുത്ത കൈവേദന അവഗണിച്ച് താൻ വരച്ച കളക്ടറുടെ മുഖചിത്രമാണ് അസ്ന കളക്ടർക്ക് കൈമാറിയത്. ചിത്രം കണ്ടതും കളക്ടർക്ക് വിസ്മയം അടക്കാനായില്ല. സാറിനെ കാണാൻ പറ്റി. സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു.
ഇനിയും ഒരുപാട് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പെയിൻറ്റിങ് സാറിന് കൊടുക്കാൻ കഴിഞ്ഞു. IAS ലഭിച്ചതിൻ്റെ പിറ്റേന്ന് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പകർത്തിയ ചിത്രമാണ് അസ്ന പകർത്തിയത്. 2015 സെപ്റ്റംബർ 8-നാണ് ഈ ഫോട്ടോ എടുത്തതെന്നുകൂടി ഓർത്തെടുത്തതോടെ ആ മുഖചിത്രം കളക്ടറുടെ വിശിഷ്ട സമ്മാനത്തിലേക്ക് വഴിമാറി. മീഡിയ ടൈം, മാള. ഇനി നാട്ടിൽ നടന്നത്. ഗുളിക രൂപത്തിലാക്കി കടത്താൻ ശ്രമിച്ച 430 ഗ്രാം സ്വർണം നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസ് പിടികൂടി. ജിദ്ദയിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി സിറാജുദ്ദീനാണ് സ്വർണം കൊണ്ടുവന്നത്. മറ്റ് ലഗേജുകളൊന്നുമില്ലാതെ ഗ്രീൻ ചാനലിലൂടെ കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സംശയം തോന്നി ദേഹപരിശോധന നടത്തുകയായിരുന്നു. അതിരപ്പള്ളി റോഡിൽ ഒറ്റയാനിറങ്ങി വാഹനങ്ങൾ തടഞ്ഞു. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് ചിക്ലായി ഭാഗത്ത് കാട്ടുകൊമ്പൻ ഇറങ്ങിയത്. ആന റോഡിൽ നിലയുറപ്പിച്ചതിനെ തുടർന്ന് ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ ഏറെ നേരം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ആന റോഡിൽ നിന്നും മാറാതെ നിന്നതിനാൽ ഇരുചക്ര വാഹനങ്ങളും സർവീസ് ബസ്സുകളും വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളും വഴിയിൽ കുടുങ്ങി. ആളുകൾ ഒച്ചവെച്ചതോടെ ഒറ്റയാൻ റോഡിൽ നിന്നും വനത്തിലേക്ക് കയറി. തുമ്പൂർമുഴി മുതൽ ചിക്ലായി വരെയുള്ള മേഖലയിൽ കാട്ടാനകൾ റോഡ് മുറിഞ്ഞു കടക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നോർത്ത് പറവൂർ SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ശ്രീനാരായണ ദർശനോത്സവം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P രാജീവ് ദർശനോത്സവ സന്ദേശം നൽകി. യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി ഷൈജു മനക്കിലപ്പടി, PIM സലീം മുസ്ലിയാർ, യോഗം ഡയറക്ടർമാരായ PS ജയരാജ്, MP ബിനു, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TV നിതിൻ, ഷീബ, യൂണിയൻ കൗൺസിലർമാരായ കണ്ണൻ കൂട്ടുകാട്, VN നാഗേഷ്, KB സുഭാഷ്, വൈദിക സംഘം പ്രസിഡന്റ് വിപിൻ രാജ് ശാന്തി, TP രാജേഷ്, അഖിൽ ബിനു, MR സുദർശനൻ, D പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു. മാള വലിയപറമ്പ് സൗത്ത് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പലപ്പോഴും ഒരു വാർഷിക പൊതുയോഗം എന്ന നിലയിൽ അവസാനിക്കുന്നു. ഒന്നായിട്ട് പലപ്പോഴും അത് മാറ്റപ്പെടുന്നു. ഇത്തരത്തിലേക്കല്ല റെസിഡൻസ് അസോസിയേഷന് തീർച്ചയായിട്ടും ലക്ഷ്യങ്ങളുണ്ടാകും. അത് നിങ്ങളുടെ അജണ്ടയുണ്ടാകും, ദീർഘവീക്ഷണമുണ്ടാകും. ഓരോ പടി ചെല്ലുന്തോറും എന്താണ് ആവശ്യകത എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കൂടി നിന്നത് സ്വയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതായി. നമുക്ക് വേണ്ടിയാണോ റെസിഡൻസ് അസോസിയേഷൻ? നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി കൂടി ആയി തീരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് കൂട്ടായ്മയാണ്, സൗഹൃദമാണ്, പരസ്പര ബന്ധമാണ്, സ്നേഹമാണ്, കാരുണ്യമാണ്. എല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ഒരു വീടായി മാറുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അമ്പിളി സജീവ്, PD ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിന്റെയും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ജില്ലാ നേത്ര മൊബൈൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി ഒഫ്താൽമിക് സർജൻ ഡോക്ടർ ഹേമന്ത്, ജില്ലാ ഒപ്താൽമിക് കോർഡിനേറ്റർ ബിന്ദു V സിദ്ദിഖ്, ജില്ലാ നേതൃവിഭാഗം ഒപ്റ്റോമെട്രിസ്റ്റ് റിബിൾ ഗോപി, മെഡിക്കൽ ഓഫീസർ രാഗി, അപർണ സുധീഷ്, ഹെൽത്ത് സൂപ്പർവൈസർ VS രമേശ്, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മനകുളങ്ങര ലയൺസ് ക്ലബ്ബും അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് മെയ് 19 ഞായറാഴ്ച കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. ഭാരവാഹികളായ P രാധാകൃഷ്ണൻ, K സജീവ്, അനിൽ വടക്കേടത്ത് എന്നിവർ കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി ക്യാമ്പയിൻ സംഘടിപ്പിച്ചു.
മാള ബസ് പരിസരത്ത് നടന്ന ശുചീകരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ജയ ബിജു, നബീസത്ത് ജലീൽ, ഉഷ ബാലൻ, ഹരിതകർമ്മ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 19 തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരുപാട് നാളത്തെ വിമാനത്തിൽ കയറണമെന്ന ആഗ്രഹം സഫലീകരിച്ചു. രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വിമാനത്തിൽ ബാംഗ്ലൂർ എത്തുകയും ലാൽബാഗ്, ബിധാന സൗദ, ടിപ്പു സുൽത്താൻ കൊട്ടാരം, വിശ്വേശ്വര മ്യൂസിയം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് പിറ്റേന്ന് രാവിലെ ബസ്സിൽ തിരികെ എത്തുകയും ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളും സുഹൃത്തുക്കളും കൂടി 25ഓളം പേർ ഉണ്ടായിരുന്നു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM മുകേഷ്, 9ാം വാർഡ് മെമ്പർ TK ഷറഫുദ്ദീൻ എന്നിവർ സൗകര്യമൊരുക്കി. എറിയാട് നന്മ മാതൃ കൂട്ടായ്മയുടെ 5ാമത് വാർഷികാഘോഷവും 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവും നൽകി. എറിയാട് IHRD കോളേജ് പരിസരത്ത് നടന്ന പരിപാടി വാർഡ് മെമ്പർ PH നാസർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിന്ധു ബേബി അധ്യക്ഷയായി. സെക്രട്ടറി ഷാഹിദ ഷാജി, സുഗന്ധി, റൌഫ് മൗലവി, രവീന്ദ്രൻ, ഷീന ലെനിൻ, വത്സല, റാഷിദ, നസറി, സുമ, സുഹറാബി, ഷജീല, റസീന, ഹസീന എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ രുദ്ര ബിസിനസ് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇഗ്നൈറ്റ് ഗ്രാൻഡ് ഗൈഡൻസ് സ്മിറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കാവിൽക്കടവ് ലയൺസ് ഹാളിൽ നടന്ന പരിപാടി ഹിന്ദു എക്കണോമിക്സ് ഫോറം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. രുദ്ര ചാപ്റ്റർ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷയായി. ഡോക്ടർ T സുരേഷ് കുമാർ ഇഗ്നൈറ്റ് ഗ്രാൻഡ് പ്രസന്റേഷൻ നിർവഹിച്ചു. നിതുൻ, രൂപേഷ്, മനോജ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊരട്ടിയിൽ വീട് കയറി ആക്രമണം, യുവാവ് കസ്റ്റഡിയിൽ. മഹിളാ അസോസിയേഷൻ നേതാവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ കുപ്രസിദ്ധ മോഷ്ടാവ് വിയൂരിൽ നിന്ന് രക്ഷപ്പെട്ടു. തമിഴ്നാട് സ്വദേശി ബാലമുരുകനാണ് രക്ഷപ്പെട്ടത്. പൊയ്യ പഞ്ചായത്തിൽ സ്വന്തം കുടിവെള്ള പദ്ധതിയുടെ പ്രാഥമിക നടപടികളായി. കുണ്ടൂർ ബോട്ട് ജെട്ടിയുടെ സമീപത്ത് നിന്ന് വെള്ളം കൊണ്ടുവരാനാണ് തീരുമാനം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.